ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പദവികളും മേധാവികളും ആണ്. ആദ്യത്തേത് ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ, അത് AK മൊഹന്തിയാണ്. നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറി. നീതി ആയോഗ് ഫോം ചെയ്തത് 2015 ജനുവരി 1-നാണ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO സുബ്രഹ്മണ്യമാണ്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ്. അപ്പോൾ ഇതിങ്ങനെ വായിച്ചുവിട്ടാൽ നമുക്ക് ഓർമ്മ നിൽക്കില്ല. ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായ AK മൊഹന്തി നീതി കിട്ടാൻ വേണ്ടി സുമൻ ബെറി ചെയർമാൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന CEO സുബ്രഹ്മണ്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ കൂടെ ചായ കുടിക്കുകയായിരുന്നു. ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഓർമ്മ നിൽക്കും, പെട്ടെന്ന് പഠിക്കുവാനും കഴിയും. അടുത്തത് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അത് V ഹരിനായരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയാണ്. LIC CEO സിദ്ധാർത്ഥ് മൊഹന്തിയാണ്. 1956 LIC ഫോം ചെയ്തത്. അതിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി പഠിക്കാം. ആറ്റോമിക് എനർജി കമ്മീഷനായ AK മൊഹന്തി നീതി കിട്ടാൻ വേണ്ടി സുമൻ ബെറിയുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന CEO സുബ്രഹ്മണ്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ കൂടെ ചായ കുടിക്കുകയായിരുന്നു. ഈ നീതി ആയോഗിനെ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ അതിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. എക്സ് ഒഫീഷ്യോ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. പിന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയാണ്. LICയുടെ CEO സിദ്ധാർത്ഥ മൊഹന്തിയാണ്. അടുത്തത് നബാർഡിൻ്റെ CEO KV ഷാജി. SBIയുടെ ചെയർമാൻ ചെല്ല ശ്രീനിവാസ ഷെട്ടിയാണ്. അപ്പോൾ നബാർഡ് ഫോം ചെയ്തത് 1952 ജൂലൈ 12-നാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡ് പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തത്. SBI ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായിരുന്നു അതിൻ്റെ ആദ്യകാല നാമം. 1921 ജനുവരി 27-നാണ് അത് ഫോം ചെയ്തത്. 1955 ജൂലൈ 1-ന് ദേശസാൽക്കരിച്ചു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്തത് സെബി ചെയർമാൻ തൂഹിൻ കാന്ത പാണ്ഡെയാണ്. സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് ഫോം ചെയ്തത് 1992 ജനുവരി 30-നാണ്. 1992 ജനുവരി 30-ന് അത് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചതാണ്. 1988-ലാണ് അത് ഫോം ചെയ്തത്. CAG കൺട്രോളർ ഓഡിറ്റർ ജനറൽ, അത് സഞ്ജയ് മൂർത്തിയാണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മെഹ്ത്ത. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള K ഗോപാലകൃഷ്ണക്കുറുപ്പ്. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നിയമ ഉപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ. അതിൻ്റെ തൊട്ട് താഴെയുള്ള വ്യക്തിയാണ് സോളിസിറ്റർ ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനുമുള്ള നിയമോപദേഷ്ടാവാണ്, ഏറ്റവും വലിയ നിയമോപദേഷ്ടാവാണ്. ആ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ നിയമോപദേഷ്ടാവാണ്. ആർട്ടിക്കിൾ 165 പ്രകാരം ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുക. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് BR ഗവായിയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയാണ്. LIC CEO സിദ്ധാർത്ഥ മൊഹന്തിയാണ്. നബാർഡ് CEO KV ഷാജിയാണ്. നബാർഡ് ഫോം ചെയ്തത് 1982 ജൂലൈ 12-നാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡ് പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തത്. SBIയുടെ ചെയർമാൻ ചെല്ല ശ്രീനിവാസ ഷെട്ടിയാണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് SBIയുടെ ആദ്യ നാമം. 1921 ജനുവരി 27-നാണ് SBI ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിർമ്മിച്ചത്. 1955 ജൂലൈ 1-ന് അത് ദേശസാൽക്കരിച്ചു. മുംബൈയാണ് SBIയുടെയും നബാർഡിൻ്റെയും ആസ്ഥാനം. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. RBI ഫോം ചെയ്തത്
1935 ഏപ്രിൽ 1-നാണ്. അത് ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. സെബി ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയാണ്. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ്. 1988 ഫോം ചെയ്തതു. അതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് 1992 ജനുവരി 30-നാണ്. CAG അല്ലെങ്കിൽ കൺട്രോളർ ഓഡിറ്റർ ജനറൽ എന്നറിയുന്നത് സഞ്ജയ് മൂർത്തിയാണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മെഹ്തയാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കിട്ടരമണിയാണ്. അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമോപദേഷ്ടാവാണ്. സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് അതിൻ്റെ താഴെയുള്ള പോസ്റ്റാണ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ഒരു സ്റ്റേറ്റിലെ ഏറ്റവും വലിയ നിയമോപദേഷ്ടാവാണ് അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 165 പ്രകാരം ഗവർണറാണ് അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുക. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് BR ഗവായിയാണ്. ഇത് നമുക്ക് വെറുതെ റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മാത്രമേ ഓർമ്മ നിൽക്കുകയുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യം. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ കിഷോർ രത്കറാണ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവിയാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. കേരള വനിതാ കമ്മീഷൻ വന്നത് 1996 മാർച്ച് 14-നാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി വായിക്കാം. സെബി ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെയാണ്. സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. CAG കൺട്രോളർ ഓഡിറ്റർ ജനറൽ അത് സഞ്ജയ് മൂർത്തിയാണ്. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മെഹ്തയാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള കെ ഗോപാലകൃഷ്ണക്കുറുപ്പ്. ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് BR ഗവായി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യമാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 നിലവിൽ വന്നു. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രത്കറാണ്. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ P സതീദേവിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാനാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ അൻസ് രാജ് ഗംഗാറാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്ക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ്. UGC ചെയർമാൻ വിനീത് ജോഷി. UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാർ. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A ഷാജഹാൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ അൻസ് രാജ് ഗംഗാറാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്ക. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ്. UGC ചെയർമാൻ വിനീത് ജോഷി. UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു. ISRO ചെയർമാൻ V നാരായണൻ. DRDO ചെയർമാൻ സമീർ V കാമത്ത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ജനറൽ രാഹുൽ നവീൻ. CBI ഡയറക്ടർ സുബാദ് K ജയ്സ്വാൾ. കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി. നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി. വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്.
ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ്ല, അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു, ISRO ചെയർമാൻ V നാരായണൻ, DRDO ചെയർമാൻ സമീർ V കാമത്ത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ജനറൽ രാഹുൽ നവീൻ, CBI ഡയറക്ടർ സുബോധ് K ജയ്സ്വാൾ, കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി, നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ്ല. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. കുറേ അക്ഷരപ്പിശകുകളുണ്ട്, അതെല്ലാം ക്ഷമിക്കുക. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്, രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ. അപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാം. CBI ഡയറക്ടർ സുബോധ് K ജയ്സ്വാൾ, കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി, നാവികസേനാ മേധാവി ദിനേശ് K ത്രിപാഠി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്, രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രൻ മോഡി, ഇന്ത്യയുടെ വിദ്യാഭ്യാസകാര്യ സെക്രട്ടറി വിക്രം മിശ്ര, ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ സെക്രട്ടറി ഗോവിന്ദൻ മോഹൻ, ക്യാബിനറ്റ് സെക്രട്ടറി TV സ്വാമിനാഥ്. ഒന്നും കൂടി റിവൈസ് ചെയ്യാം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രൻ മോഡി, ഇന്ത്യയുടെ വിദ്യാഭ്യാസ കാര്യ സെക്രട്ടറി വിക്രം മിശ്ര, ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ സെക്രട്ടറി ഗോവിന്ദൻ മോഹൻ, ക്യാബിനറ്റ് സെക്രട്ടറി TV സ്വാമിനാഥ്. നമുക്കിതൊന്ന് ഓടിച്ചിട്ട് വായിക്കാം. പക്ഷേ ഇതെങ്ങനെ വായിച്ചാൽ ഓർമ്മ നിൽക്കില്ല. അതിനുള്ള ഐഡിയയും ഞാൻ പറഞ്ഞുതരാം. ആറ്റോമിക് എനർജി കമ്മീഷൻ AK മൊഹന്തി, നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറെ, നീതി ആയോഗ് CEO സുബ്രഹ്മണ്യം, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. അപ്പോൾ ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനായ AK മൊഹന്തി നീതി തേടി സുമൻ ബെറയുടെ അടുത്ത് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന CEO സുബ്രഹ്മണ്യം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹരിലാൽ സമരിയ, LIC CEO സിദ്ധാർത്ഥ് മൊഹന്തി. ഇതില്ലാതെ ഞാൻ പറഞ്ഞ 2 പോയിന്റുകളുണ്ടായിരുന്നു. നീതി ആയോഗ് സ്ഥാപിച്ചത് 2015 ജനുവരി 1 ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. എക്സ് ഒഫീഷ്യോ ചെയർമാനും എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ്. LIC 1956 മുംബൈയിലാണ്. LIC 1956 ഫോം ചെയ്തത്. അതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. നബാർഡ് CEO KV ഷാജി, SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസ ഷെട്ടി, RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. SBI ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. 1921 ജനുവരി 27 അത് ഫോം ചെയ്തത്. മുംബൈയാണ് അതിൻ്റെ ആസ്ഥാനം. 1955 ജൂലൈ 1 അത് ദേശസാൽക്കരിച്ചു. RBI 1935 ഏപ്രിൽ 1 ഫോം ചെയ്തത്. ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1 അതിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. സെബി ചെയർമാൻ തുഹിൻകാന്ത് പാണ്ഡെ, സെബിയുടെ ഫുൾ ഫോം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. CAG കൺട്രോളർ ഓഡിറ്റർ ജനറൽ സഞ്ജയ് മൂർത്തി, സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മെഹ്ത്ത, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കിട്ടരമണി, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള K ഗോപാലകൃഷ്ണ കുറുപ്പ്, ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് BR ഗവായ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ V രാമസുബ്രഹ്മണ്യം, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ, കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P സതീദേവി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ കിഷോർ മാക്വന, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ, ദേശീയ പിന്നോക്ക വിഭാഗം കമ്മീഷൻ ചെയർമാൻ അൻസ് രാജ് ഗംഗാറാം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനുങ്ക, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ്, UGC ചെയർമാൻ വിനീത് ജോഷി, UPSC ചെയർപേഴ്സൺ പ്രീതി സുധൻ. കേരള PSC ചെയർമാൻ ഡോക്ടർ MR ബൈജു,
ISRO ചെയർമാൻ വി നാരായണൻ, DRDO ചെയർമാൻ സമീർ വി കാമത്ത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ജനറൽ രാഹുൽ നവീൻ, CBI ഡയറക്ടർ സുബോധ് കെ ജയ്സ്വാൾ, കരസേനാ മേധാവി ഉപേന്ദ്ര ത്രിവേദി, നാവികസേനാ മേധാവി ദിനേശ് കെ ത്രിപാഠി, വ്യോമസേനാ മേധാവി അമർപ്രീത് സിംഗ്, ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ്ല. അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉൽപ്പൽ കുമാർ സിംഗ്, രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോഡി, ഇന്ത്യയുടെ വിദ്യാഭ്യാസ കാര്യ സെക്രട്ടറി വിക്രം മിശ്ര, ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ സെക്രട്ടറി ഗോവിന്ദൻ മോഹൻ, ക്യാബിനറ്റ് സെക്രട്ടറി TV സ്വാമിനാഥ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ടേക്ക് കെയർ. ബൈ.